പെർഫോം ചെയ്യാൻ നല്ലൊരു വേഷം കിട്ടിയത് ശേഷം മൈക്കിൾ ഫാത്തിമയിലാണ്. കല്യാണി പ്രിയദർശന്റെ അമ്മയായിട്ടാണ്, ഫാത്തിമയുടെ ഉമ്മച്ചിയായിട്ട്. മലബാറിലെ ഓർത്തഡോക്സ് ഫാമിലികളിലെ പക്ഷെ വൈബിളുള്ളൊരു ഉമ്മച്ചി. അതെ, എങ്ങനെയായിരുന്നു ആ വേഷം? ശരിക്കും പറഞ്ഞാൽ അതാണ് കിട്ടിയിട്ടുള്ള ഇപ്പോൾ പറഞ്ഞ മാതിരി ഏറ്റവും നല്ല വേഷം. നമുക്ക് ത്രൂ ഔട്ട് എന്ന് പറയുന്ന പോലെ നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു വേഷം. അതിലേക്കും ഭയങ്കര അവിചാരിതമായിട്ടാണ് കോൾ വരുന്നത്. വേറെ എന്തോ കാസ്റ്റിംഗ് നടന്നിരുന്നു, പക്ഷേ ലാസ്റ്റ് ഡേ ഇപ്പോൾ 14-ാം തീയതി എന്തോ ഷൂട്ട് തുടങ്ങണം. അപ്പോൾ 13-നാണ് നമ്മളെ വിളിച്ച്. ഞാനപ്പോൾ ഒരു നാടകത്തിൻ്റെ സെറ്റിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് വിളിച്ചിട്ട് ഒന്ന് വന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവർ ഓൾറെഡി 1-2 ആഴ്ചത്തെ ക്യാമ്പ് അവിടെ ഇട്ടുണ്ടായിരുന്നു, ഗ്രൂമിങ് പോലെ, അവിടുത്തെ ആർട്ടിസ്റ്റ് എല്ലാവർക്കും കൂടെ. അങ്ങനെ അവിടെ പോകുന്നു, മീറ്റ് ചെയ്യുന്നു, അങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. കല്യാണിയൊന്നും എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ, നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടല്ലല്ലോ. പക്ഷെ ഭയങ്കര നല്ല കുട്ടിയായിരുന്നു, നല്ല മോളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടെൻഷൻ എന്ന് പറയുന്ന സാധനം പോയി കിട്ടി. ആദ്യത്തെ ദിവസം പോയപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ടെൻഷൻ ഉള്ളിൽ വെച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ വീടിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഷൂട്ട്, മുക്കത്തായിരുന്നു ഷൂട്ട്, കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ തലേ ദിവസമാണ് ഞാൻ ഇവരെ കൂടെ ജോയിൻ ചെയ്യുന്നത്, പടത്തിൻ്റെ ആൾക്കാരുടെ കൂടെ. പിന്നെ ആദ്യത്തെ ദിവസം പോയ സമയത്ത് കല്യാണിയുടെ ഒപ്പം ഒരുപാട് ആളുകളുണ്ട്. ഹെയറിൻ്റെ ഒരാളുണ്ട്, മേക്കപ്പിൻ്റെ ഒരാളുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ടെൻഷൻ ആവുമല്ലോ. പക്ഷെ അവർ ഭയങ്കര നല്ല ബിഹേവിയർ ആയിരുന്നു. അതുകൊണ്ടാ വെച്ചാൽ എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടായില്ല. ഇപ്പോൾ ഒട്ടും മിണ്ടാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും കോൺഷ്യസ് ആവുമല്ലോ. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സുധീഷേട്ടനെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. സുധീഷേട്ടനായിരുന്നു അല്ലേ എൻ്റെ ഹസ്ബൻഡായിട്ട് ചെയ്തത്. അതിലെ ഒരു എന്താ പറയാ, കല്യാണി ഭയങ്കര പേടിക്കുന്ന ഒരു അച്ഛനാണ്, പക്ഷെ നല്ലൊരു അതെ.